ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേദനയുണ്ടോ? ഇനി എന്റെ ഭാര്യയുടെ ഏത് ആവശ്യവും സഹിച്ചേരാൻ ഞാൻ ഒപ്പം ഉണ്ടാവും. ഒരു അനുസരണയുള്ള പൃഥ്വിനെ പോലെ. എന്ത് വേണേ ചോദിച്ചോ. തനി മുക്കുവിന്റെ ഭൂത്തിനെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തു സാധിച്ചേരാൻ ഒരടിമയെ പോലെ ഒരു ഭൂതത്തെ കിട്ടിയിരിക്കുക. ചോദിച്ചോ, എന്തു നടത്തിത്തരും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ ഈ നെറ്റിയിലെ വിഷ്ണുവായിട്ട് എന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ആ ചക്കരയമ്മൻ തന്നെ. ഹോസ്പിറ്റൽ ജീവിതമൊക്കെ ആയതുകൊണ്ടേ കുറച്ച് ദിവസമായി അത് കിട്ടിയിട്ട്. ഇവിടെ ഈ നെറ്റിയിൽ ഉമ്മ. എന്റെ കുട്ടി അതൊക്കെ ഞാൻ വന്നപ്പോഴേ തന്നു. എന്റെ വക ഞാൻ ഓക്കെ ആക്കിയതാ. താൻ നല്ല മയക്കത്തിലായതെന്റെ കുഴപ്പമില്ല. ഇവിടെ കള്ള. ശരി, വിഷമിക്കണ്ട. പലിശ സഹിതം ഞാൻ തരാം. പിന്നെ കൂട്ടുപലിശൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ? ഓ ഇല്ല. ഫോൺ അവിടെ കിടന്ന് അടിക്കുന്നത് കേൾക്കുന്നില്ല ശ്യാമേ? അത് അവിടെ കിടന്ന് അടിക്കട്ടെ, എടുക്കാനുള്ള കോളൊന്നുമല്ല. പിന്നെ ആരെ ഇങ്ങനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? ആരെങ്കിലും നിന്നെ ശല്യം ചെയ്യാൻ വിളിക്കുന്നതാണെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇങ്ങനെയുള്ളവരെ വരച്ച വരെ നിർത്താൻ എനിക്കറിയാം. ഇതേ അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ടൈപ്പൊന്നും അല്ല. ഇപ്പൊ തന്നെ 6 മിസ് കോളായി. രോഹിതാണല്ലോ. എന്റെ ഫോണിലേക്ക് ഇത്രയും അധികാരത്തോടെ വിളിക്കാൻ പിന്നെ മറ്റാരോ ഉള്ളേ? എന്തിനാ ഈ വിളിക്കുന്നേ? എന്നെ തിരിച്ചു വിളിക്കാൻ വരാൻ വേണ്ടിയായിരിക്കും. പിന്നെ ചിലപ്പോ കുറച്ച് സങ്കടങ്ങളും പറയുമായിരിക്കും. എനിക്കിപ്പോ അത് കേൾക്കാനും അത് കേട്ട് തുള്ളാനുള്ള സമയമൊന്നുമില്ല. നീ ഫോൺ എടുക്ക്. എന്താ പറയുന്നെന്ന് കേക്ക്. എന്നിട്ട് വ്യക്തമായിട്ട് നിന്റെ തീരുമാനം പറ. പിന്നെ ഇങ്ങനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കില്ലല്ലോ. എടുക്കടി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ എനിക്കൊന്നും ഇനി നിങ്ങളോട് പറയാനില്ല. ഞാൻ പറഞ്ഞ സമയത്തൊന്നും നിങ്ങൾ കേട്ടില്ലല്ലോ. ഇനി നിങ്ങൾ പറയണത് ഞാനും കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും നിങ്ങളോട് പറയാനുമില്ല, കേൾക്കാനുമില്ല. ഇനി എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നന്നായി. ഇത് നീ നേരത്തെ ചെയ്തിരുന്നെങ്കിലേ
ഇത്രയും മിസ് കോൾ നിന്റെ ഫോണിലേക്ക് വരില്ലായിരുന്നല്ലോ. അല്ല, രോഹിത്തിന് എന്തോ എന്നോട് പറയണോന്ന്, അത് ഞാനിപ്പോ കേൾക്കണോന്ന്. നീ പറഞ്ഞതൊന്നും അന്ന് അവൻ കേട്ടില്ലല്ലോ. എന്നിട്ട് അവൻ പറയുന്നത് നീ ഇപ്പൊ കേൾക്കണമെന്നോ? അത് ഞാൻ ചോദിച്ചു, പക്ഷെ അതിന് മറുപടിയില്ല. ഉണ്ടാവില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആണുങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. രോഹിത് മാത്രമല്ല, എല്ലാ ആണുങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. അവരവരുടെ ആവശ്യത്തിന് നമ്മളെ സമീപിക്കും. അതിനവർക്ക് നമ്മളെ വേണം. എന്നാൽ നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർ ഒരു വിലയും കൽപ്പിക്കുകയില്ല. ഇത് നിന്റെ മാത്രം കാര്യമൊന്നുമല്ല. ഞാൻ അടക്കമുള്ള പെൺവർഗത്തിന്റെ ശാപം ഇതൊക്കെ തന്നെയാ. രോഹിത് തന്നെയായിരിക്കും. ദേ വീണ്ടും കിടന്ന് വിളിക്കുന്നു. ഈ കടന്ന് വിളിക്കുന്നതേ ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലാനാ. നീ പോയാ നിന്റെ വില പോകും ശ്യാമേ. നിന്റെ അവസ്ഥ ഇതിനേക്കാൾ മോശമാകുകയും ചെയ്യും. അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയേ. പോയതിന്റെ 2-ാം ദിവസം നീ ഇവിടെ എത്തും. നീ ഇപ്പൊ ഇത്തിരി മസിൽ പിടിച്ചു നിന്ന നാളെ അവൻ ഈ വീട്ടുമുറ്റത്തെത്തും. ഇങ്ങനെ കിടന്ന് വിളിക്കുന്നവനൊക്കെ നമ്മുടെ കാൽച്ചുവട്ടിൽ നമ്മൾ എത്തിക്കണം ശ്യാമേ. എന്നാലേ നമുക്ക് വിലയുണ്ടാവൂ. അപ്പോ ഞാൻ പോണ്ടെന്ന് തന്നെയാണോ വലിയേച്ചി പറയുന്നേ? പോകണ്ടെന്നേ. അവന് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവൻ നിന്റെ മുന്നിൽ എത്തട്ടെ. ശ്യാമേ, നീ ഇപ്പൊ പിടിച്ച ആ പിടി നിന്റെ കൈവെള്ളയില്ല. അതല്ല, സെന്റിമെന്റ്സ് ഓർത്ത് അയഞ്ഞു കൊടുത്താ അവനും അവന്റെ വീട്ടുകാരും നിന്റെ തലയിൽ കയറുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാ നീ ആലോചിച്ച് തീരുമാനിക്ക. ചെറിയൊരു പണിയും കൊണ്ടാണല്ലോ വന്നേക്കുന്നത്. ശരിക്കൊന്ന് കൈ വെക്കാനില്ല, എന്നാലും വരും തല്ല് വാങ്ങിക്കൂട്ടാനായിട്ട്. ഇയാള് മേടിച്ചു കൂട്ട ഒരുങ്ങി തന്നെയുള്ള ഇരിപ്പാ. എന്നാ പിന്നെ 2 കൊടുത്തേക്കാം. എന്റെ മകനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് പട്ടാപ്പകൽ നീ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുവാണല്ലടാ, അതും എന്റെ മുന്നിൽ കൂടി.